ഹായ് ഫ്രണ്ട്സ്, 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഓപ്പറേഷനും ഇല്ലാതെ മുട്ടുവേദന, എല്ല് തേയ്മാനം ഇതിനെ വരുതിയിലാക്കാനാവട്ടെ ഇന്നത്തെ 5 എക്സസൈസുകൾ. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് വരൂ. ഞാനത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ട് ചെയ്യാനുള്ള കാര്യമാക്കിയിട്ട് പറഞ്ഞുതരാം. എന്തിനാ അതിങ്ങനെ പറയണമെന്നല്ലേ, നമ്മളൊക്കെ നാട്ടിൽ 45-50 വയസ്സാകുമ്പോഴേക്ക് മുട്ടുവേദന ഉണ്ടാവുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഒരു പള്ളിയിൽ പോയി നോക്കിയാൽ അറിയാൻ പറ്റും എത്ര കസേരകൾ അവിടെ ഉണ്ട് എന്നുള്ളത്. ഇരുന്നൊന്ന് സുജൂദ് ചെയ്യാൻ പറ്റാത്ത ആളുകളുടെ എണ്ണം ചെറുപ്പക്കാരിൽ പോലും കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇത് പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്, ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് മരുന്നല്ല, ഓപ്പറേഷനല്ല, ഇഞ്ചക്ഷനല്ല, മറിച്ച് നല്ല എക്സസൈസുകളാണ്. നമ്പർ 1, നമ്മളുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നത് ഈ മുട്ടുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ഭാരമുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ മുട്ടുകളിൽ ഭാരം വരികയും തേയ്മാനം വരികയും ചെയ്യും. അപ്പോൾ ഭാരം കുറയ്ക്കാനുള്ള ഒന്നാമത്തെ എക്സസൈസ് നീന്തലാവട്ടെ, സൈക്ലിംഗ് ആവട്ടെ, സ്വിമ്മിങ് ആവട്ടെ, ജോഗിങ് ആവട്ടെ, ഇത് നന്നായിട്ട് വിയർക്കുന്ന തരത്തിൽ ഒരു ദിവസം 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ ചെയ്യുക. ഇങ്ങനെ ആഴ്ചയിൽ 5 മുതൽ 7 ദിവസം വരെ ചെയ്യുക. സ്വാഭാവികമായിട്ടും ഭാരം കുറയും. അങ്ങനെ ഭാരം കുറയുമ്പോൾ മുട്ടിനുള്ള ബർഡൻ കുറയും, തേയ്മാനത്തിൻ്റെ തോത് കുറയും, ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും. തേയ്മാനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ തുടയെല്ലിൻ്റെ അടിഭാഗമാണിത്, കാലെല്ലിൻ്റെ മേൽഭാഗമാണ്. ഇത് രണ്ടും കൂടുന്നിടത്ത് ഒരു തരുണാസ്ഥി ഉണ്ട്. ഈ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതുള്ളതുകൊണ്ട് ഇവർ തമ്മിൽ ടച്ച് ആവില്ല. എന്നാൽ ഈ വെയിറ്റ് ഇങ്ങനെ കൂടി വരുമ്പോൾ ഇവൻ തേഞ്ഞ് പോവും. അങ്ങനെ തേഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എല്ലും താഴെയുള്ള എല്ലും തമ്മിൽ ടച്ചാവും. അതാണ് ഇവിടെ പെയിന് വരുന്നത്. അപ്പോൾ ആ പെയിൻ ഒഴിവാക്കാൻ വേണ്ടി വെയിറ്റ് കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ തേയ്മാനത്തിൻ്റെ തോത് വളരെയേറെ കുറക്കാൻ പറ്റും. നമ്പർ 2, ഒരു തോർത്തുമുണ്ട് എടുക്കുക. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കാലും നീട്ടിയിരിക്കുക. കിടക്കയിലാണെങ്കിലും കാലും നീട്ടിയിട്ട് ഇരിക്കുക. കാല് മുട്ട് മടക്കാതെ നീട്ടിയിരിക്കുക. എന്നിട്ട് ആ തോർത്തുമുണ്ട് അല്ലെങ്കിൽ ചെറിയ കയറൊക്കെ ആവാം 2 കാലിൻ്റെയും തള്ളവിരലിൻ്റെ ഇടയിലൂടെ എടുക്കുക. മുന്നിലേക്കൊരു കയറിട്ടിട്ട് അത് 2 തള്ളവിരലിൻ്റെയും ഇടയിലൂടെ ഇട്ടിട്ട് കാല് വലിക്കുക. ആ കയറ് വലിക്കുമ്പോൾ പാദം ഇങ്ങനെ ബാക്കിലേക്ക് വരും. അങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് രക്തോട്ടം ഉണ്ടാവാനും കെട്ടിക്കിടക്കുന്ന നീരൊക്കെ പോയിട്ട് കുറേ പ്രയാസങ്ങൾ കുറയാനും സഹായിക്കും. രാവിലെ 10 വട്ടം ചെയ്യുക, വൈകുന്നേരം 10 വട്ടം ചെയ്യുക. തുടർച്ചയായിട്ട് 30 ദിവസം ഇങ്ങനെ ചെയ്യുക. എക്സസൈസ് നമ്പർ 2 വളരെയേറെ വേദന കുറക്കാൻ സഹായിക്കും. ഇനി 3, ഇതേ തോർത്തുമുണ്ട് തന്നെ മെല്ലെ മടക്കി ഒരു റോളാക്കി വെക്കുക. കാൽ അങ്ങനെ തന്നെ നീട്ടി വെക്കുക. എന്നിട്ട് മുട്ടിൻ്റെ താഴെ ഇത് വെക്കുക. എന്നിട്ട് മുട്ടിലേക്ക് അമർത്തുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ചെറിയ പ്രയാസം ഉണ്ടാവും. ആ മുട്ടിങ്ങനെ താഴേക്ക് അമർത്തുക. ആദ്യം ഉണ്ടാവുന്ന പ്രയാസം ഉണ്ടെങ്കിലും പിന്നീട് അത് ശരിയാവും. ഇതും 10 പ്രാവശ്യം രാവിലെ ചെയ്യുക, 10 പ്രാവശ്യം വൈകുന്നേരം ചെയ്യുക. നമ്മളുടെ ഏത് ജോലിൻ്റെ ഇടയിലും ചെയ്യാൻ പറ്റും. വീട്ടിൽ കിടക്കാൻ നേരത്ത്, കിടന്ന് എണീറ്റ ഉടനെ, നിസ്കാരം കഴിഞ്ഞ് പായിലിരുന്നിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 30 ദിവസം ഇതും തുടർച്ചയായിട്ട് ചെയ്യുക. നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി 4മതുള്ളത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ജനൽമ പിടിച്ചിട്ട് മെല്ലെ താഴെ പൊന്തുക. അതല്ലെങ്കിൽ ഒരു കോണിമേ ഒരു സ്റ്റെപ്പ് കയറുക, താഴേക്ക് ഇറങ്ങുക, ഒരു സ്റ്റെപ്പ് കയറുക, താഴേക്ക് ഇറങ്ങുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം അവിടേക്ക് രക്തോട്ടം ഉണ്ടാവുകയും അനങ്ങാതെ കിടക്കുന്ന സന്ധികൾക്കൊക്കെ അനക്കം കിട്ടുകയും ചെയ്യും. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും, കാലം അനക്കാൻ വയ്യല്ലോ, പറ്റ പിടുത്തം വിട്ടിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഒരു ദിവസം തന്നെ 50 സ്റ്റെപ്പ് ചെയ്യണമെന്നല്ല, കുറച്ച് ചെയ്യുക. പിന്നെ ഇത് പ്രത്യേകം പറയുന്ന ആർക്കറിയോ, വാപ്പാക്ക് ഇങ്ങനെ ഉണ്ട്, ജ്യേഷ്ഠൻ ഇങ്ങനെ 40-ആം വയസ്സിൽ തന്നെ വന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചെയ്ത് ശീലിക്കുക. അതല്ല വെയിറ്റ് കൂടുന്നുണ്ട്, കാലിൽ വേദന തുടങ്ങുന്നുണ്ട്, അനങ്ങാതെ ഇരുന്നാൽ ചിലപ്പോൾ പണിയാവും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് ശീലിക്കുക. അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇനി 4മത്തെ ഉണ്ട്, വളരെ സിമ്പിൾ. നമ്മളുടെ തള്ളവിരലുകൾ അടക്കമുള്ള കാലിലെ 5 വിരലുകൾ 2 കാലിലെയും 10 വിരലുകളിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കുക. തള്ളവിരലിൽ ഇങ്ങനെ പൊന്തി നിൽക്കുക, താഴുക, വീണ്ടും പൊന്തുക, താഴുക, പൊന്തുക, താവുക. ഇങ്ങനെ 10 പ്രാവശ്യം രാവിലെയും 10 പ്രാവശ്യം വൈകുന്നേരം ചെയ്യുക. സ്ഥിരമായിട്ട് ഒരു 30-45 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. ഇനി അതേപോലെ ചെയ്യാനുള്ളൊരു സംഗതി ഉണ്ട്. നമ്മൾ കുട്ടികളെ കാലുമ്മ കൊക്കോയമ്മ ആട്ടലില്ലേ, കാലുമ്മ കുട്ടികളെ ഇരുത്തിയിട്ട് അവരെങ്ങനെ ആട്ടൂലേ, കാലിൻ്റെ അടിയിൽ പാദത്തിൽ
ഇതേപോലെ അവിടെ കുട്ടികളെ ഇരുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഇരുത്തുക, എന്നിട്ട് ഇതിങ്ങനെ താഴ്ത്തുക, പൊന്തിക്കുക. ഇങ്ങനെയും 10 പ്രാവശ്യം ചെയ്യുക. രാവിലെ ചെയ്യുക, വൈകുന്നേരം ചെയ്യുക. എടോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുട്ടുവേദന അല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഈ മുട്ടുവേദന എന്ന് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പണ്ട് കിലോമീറ്ററുകൾ ദൂരം നടന്നിരുന്ന നമ്മളുടെ പഴയ തലമുറക്ക് ഉണ്ടാവേണ്ടീനു. ഓൽക്കതില്ലല്ലോ. എന്താ ഉണ്ടാവാത്തത്? നടത്തം കൂടിയവർക്കാണ് തേയ്മാനം കൂടുക. കൂടുതൽ ഉപയോഗിച്ച ചെരുപ്പല്ലേ തേയേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവരെ കാലല്ലേ തേയേണ്ടത്? അവർക്ക് വെയിറ്റ് അമിതമായിട്ടുണ്ടായിരുന്നില്ല, ശരിക്കും ഭാരം നിയന്ത്രിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് തേയ്മാനം ഉണ്ടായിരുന്നില്ല, നീര് കെട്ടിയിരുന്നില്ല. നമുക്കിതൊക്കെ വരികയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭാരം നിയന്ത്രിക്കുക, വ്യായാമങ്ങൾ ചെയ്യുക, ഇതേപോലെ തന്നെ സ്ട്രെസ്സുകൾ കുറയ്ക്കുക, ഭക്ഷണം നിയന്ത്രിക്കുക, ജീവിതശൈലി ശരിയാക്കുക, വെള്ളം കുടിക്കുക, വെയിൽ കൊള്ളുക. പിന്നെ ഒരു മുട്ടുവേദനയും നിങ്ങൾക്ക് പേടിക്കേണ്ടി വരില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇതുള്ളവർക്ക്, ഇന്ന് വേദന ഉള്ളവർക്ക് നാളെ വേദന കൂടി വീണ്ടും വേദന ഡബിൾ ആവാനാണ് സാധ്യത. തേയ്മാനം തേഞ്ഞ എല്ലിനെ പഴയ പോലെ ആക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇനി തേയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണിത്. ഒരുപാട് പേർക്ക് ഇതിൽ തന്നെ ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും, ഇത് ചെയ്താൽ തന്നെ കുറേ ആൾക്കാർക്ക് ആദ്യ സ്റ്റേജുകളിലൊക്കെ ഈസി ആയിട്ട് മാറും എന്നുള്ളതുകൊണ്ടും, വലിയ സ്റ്റേജ് ആയവർക്ക് തന്നെ വേദനയിൽ നല്ല വ്യത്യാസം കിട്ടും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഇത്രയും ടിപ്സ് പറഞ്ഞത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. പരമാവധി ഈ വീഡിയോ ആളുകളിലേക്ക് എത്തിക്കുക. നമ്മൾ ഓരോ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിലൂടെ നമ്മളൊക്കെ പഠിച്ചതിനൊരർത്ഥം ഉണ്ടാവണമെന്നും, അതുകൊണ്ട് മരുന്നുകളില്ലാതെ നമുക്ക് ഫീസ് തരാതെ തന്നെ നിങ്ങളുടെ രോഗം മാറണമെന്നുമാണ്. ആ ലക്ഷ്യത്തിനാവട്ടെ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്.